നമസ്തേ. 5ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായിട്ടുള്ള ചാണക്യനീതി എന്ന് പറഞ്ഞ പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. യസ്യ നാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതി കിം ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണ കിം കരിഷ്യതി. യസ്യ നാസ്തി, ആർക്കാണോ ഇല്ലാത്തത് എന്ത്? സ്വയം പ്രജ്ഞ, സ്വയം ബുദ്ധി ആർക്കാണോ ഇല്ലാത്തത്, ശാസ്ത്രം തസ്യ കരോതി കിം, ആ ഒരാൾക്ക് ശാസ്ത്രം, സയൻസ് എന്താണ് സഹായം ചെയ്യുക? ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണ കിം കരിഷ്യതി. ലോചന എന്ന് പറഞ്ഞാൽ കണ്ണ്. കണ്ണുകൾ ഇല്ലാത്ത ഒരാൾക്ക് കണ്ണാടി എങ്ങനെയാണ് ഗുണം ചെയ്യുക? അതാണ് അതിൻ്റെ ഒരു 2ാമത്തെ പങ്ക്തിയുടെ അർത്ഥമായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ആശയം നോക്കാം, നമുക്ക് മനസ്സിലാക്കാം. യഥാ അന്ധസ്യ ദർപ്പണേന പ്രയോജനം നാസ്തി, അന്ധനായിട്ടുള്ള ഒരാൾക്ക് കണ്ണാടി കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് നമുക്കറിയാം. അതേപോലെ തഥാ വിവേകഹീനസ്യ ജ്ഞാനേന കിമപി പ്രയോജനം നാസ്തി, വിവേകമില്ലാത്തവന് ജ്ഞാനേന അറിവ് കൊണ്ട് കിമപി പ്രയോജനം നാസ്തി, ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അതായത് ഒരു അന്ധനായിട്ടുള്ള ആൾക്ക് കണ്ണാടി കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. അതേപോലെ തന്നെയാണ് ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് ആ ബുദ്ധി കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ശ്ലോകം ഒരു വട്ടം കൂടി നോക്കാം. യസ്യ നാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതി കിം ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണ കിം കരിഷ്യതി. 2ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ദുർജനേഷു ച സർപ്പേഷു വരം സർപ്പോ ന ദുർജനഃ സർപ്പോ ദശതി കാലേന ദുർജനസ്തു പദേ പദേ. ആശയം നോക്കാം. ദുർജനഃ സർപ്പാത് അപി ദുഷ്ടതരഃ ഭവതി, ഒരു ദുഷിച്ച മനസ്സുള്ള ഒരാൾ, ഒരു ദുർജനൻ സർപ്പാദപി, സർപ്പത്തേക്കാൾ ദുഷ്ടനാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? യതഃ സർപ്പഃ ആത്മരക്ഷാർത്ഥം വാ ഭോജനാർത്ഥം വാ കാരണേനൈവ അന്യാൻ ദശതി, സർപ്പം ആത്മരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വയം ഭക്ഷണത്തിന് വേണ്ടിയോ ആണ് മറ്റുള്ളവരെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുത്തുന്നത്. ദുർജനഃ വിനാകാരണം സർവഥാ സർവദാ ദ്രോഹം കരോതി, ഒരു ദുഷിച്ച മനസ്സുള്ള ഒരു ദുർജനൻ വിനാകാരണം, ഒരു കാരണവുമില്ലാതെ തന്നെ സർവഥാ എല്ലായ്പ്പോഴും എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദുർജനൻ എത്രത്തോളം ഡേഞ്ചറാണ് എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാമ്പിനേക്കാളും സർപ്പത്തേക്കാളും ക്രൂരനാണ് ഒരു ദുർജനൻ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ശ്ലോകം. ദൃഷ്ടിപൂതം ന്യസേത് പാദം വസ്ത്രപൂതം ജലം പിബേത് സത്യപൂതാം വദേത് വാചം മനഃപൂതം സമാചരേത് സമ്യക് ദൃഷ്ട്വാ ഏവ സഞ്ചരന്തു, നന്നായിട്ട് നോക്കിയിട്ട് തന്നെ സഞ്ചരിക്കുക. പരികാലനേന ശുദ്ധീകൃതം ജലമേവ പിബന്തു, ശുദ്ധീകരിച്ച നല്ല ശുദ്ധമായിട്ടുള്ള പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക. സത്യയുക്തം വാചം ഏവ വദന്തു, സത്യം ഉള്ള വാക്കുകൾ മാത്രം പറയൂ. അതുപോലെ ഏവം ശുദ്ധബുദ്ധ്യ സഞ്ചിന്യ ഏവ കാര്യാണി കുറുവന്തു, അതുപോലെ ശുദ്ധമായിട്ടുള്ള ബുദ്ധിയോടുകൂടി വിചാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. പെട്ടെന്ന് എടുത്തുചാട്ടം നല്ലതല്ല, നല്ല പോലെ ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥമാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്ഞി ധർമ്മണി ധർമ്മിഷ്ഠ പാപേ പാപാ സമേ സമാഹ രാജാൻ അനുവർത്തന്തെ യഥാ രാജ തഥാ പ്രജ. ഇവിടെ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്, രാജാം അനുവർത്തന്തെ. ആശയ യദി രാജ സന്മാർഗേ ചരതി തർഹി പ്രജാഹ അപി സന്മാർഗേവ ചരന്തി. രാജാവ് നല്ല മാർഗത്തിലൂടെയാണ്, നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ പ്രജകളും അതേപോലെ തന്നെ രാജാവിനെ ഫോളോ ചെയ്യും. യദി സഹ പാപം ആചരതി തർഹി പ്രജാഹ അപി പാപം ആചരന്തി. രാജാവ് പാപം ആചരിക്കുന്നുവെങ്കിൽ പ്രജകളും അതേപോലെ പാപം ആചരിക്കുന്നു. രാജാ മധ്യമം മാർഗ സ്വീകരോതി ചേത് പ്രജാഹ അപി അനുവർത്തന്തി. രാജാവ് നടുവിലെ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രജകളും അത് തന്നെ സ്വീകരിക്കുന്നു, ഫോളോ ചെയ്യുന്നു. യഥാ ശാസകഃ കരോതി തഥാ ഏവ പ്രജാഹ അപി കുർവന്തി. ശാസകഃ എന്ന് വെച്ചാൽ റൂളർ, ഒരു ഭരണകർത്താവ് എന്താണോ ചെയ്യുന്നത്, എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് പ്രജകളും ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ല, യഥാ രാജ തഥാ പ്രജ എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടാണ്. അത് ഈ ശ്ലോകത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്. യഥാ രാജ തഥാ പ്രജ, എങ്ങനെയാണോ രാജാവ് അതുപോലെ തന്നെയായിരിക്കും പ്രജകൾ. അടുത്ത വീഡിയോയിലൂടെ ഈ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, മനസ്സിലാക്കാം, പഠിക്കാം. ധന്യവാദാഹ.